ശബരിമല 18-ാം പടിയിൽ നിന്ന് പോലീസുകാർ ഫോട്ടോ എടുത്ത വിവാദ നടപടിയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. സംഭവത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. SIP ക്യാമ്പിലെ 23 പോലീസുകാരാണ് ഫോട്ടോ എടുത്തത്. ഇവരെ തീവ്ര പരിശീലനത്തിന് അയക്കും. ആചാര ലംഘനമാണെന്നോ ഇത്തരത്തിൽ ഫോട്ടോ എടുക്കരുതെന്ന് അറിയില്ലായിരുന്നുവെന്നും പോലീസുകാർ വിശദീകരണം നൽകിയിരുന്നു. വിഷയത്തിൽ ഹൈക്കോടതി ഏകോപന ചുമതലയുള്ള ADGPയോട് വിശദീകരണം ചോദിച്ചിരുന്നു. ദേവസ്വം ബോർഡും ഫോട്ടോഷൂട്ടിൽ അതൃപ്തി അറിയിച്ചിരുന്നു. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, യഥാർത്ഥത്തിൽ ഈ ഒരു നടപടി ഇത് ആചാര ലംഘനമാണോ? ഇതുപോലെ ഈ 18-ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അത് ഗുരുതരമായൊരു വീഴ്ചയാണോ ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് പറയുന്നത്? ഈ പോലീസുകാരുടെ വീഴ്ച വരുത്തിയ പോലീസുകാരുടെ വിശദീകരണം തൃപ്തികരമല്ലാത്തത് കൊണ്ടാണോ നടപടി ഉണ്ടായിരിക്കുന്നത്? ആചാര ലംഘനമാണോ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 23-ാം തീയതി ശനിയാഴ്ചയാണ് SIP ക്യാമ്പിലെ 23 പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് മണ്ഡലകാലത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന ഡ്യൂട്ടി അവസാനിച്ച് അവിടെ നിന്ന് പിരിയുന്നതിന് മുന്നോടിയായി 18-ാം പടിയിൽ നിന്നുകൊണ്ട് ഇവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചു. അതിനിടയിലാണ് കടുത്ത വിമർശനവുമായി ഹൈന്ദവ സംഘടനകളടക്കം രംഗത്ത് വരുന്നൊരു പശ്ചാത്തലമുണ്ടായത്. അത് സർക്കാരിനെ വലിയ തരത്തിൽ വിമർശിക്കുന്ന തരത്തിലേക്ക് തന്നെ, അതായത് നടപടി വൈകുന്നത് എന്താ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വിമർശിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്തു. അപ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. അവിടെയാണ് ശബരിമലയുടെ ചുമതലയുള്ള ചീഫ് പോലീസ് കോർഡിനേറ്റർ ADGP S ശ്രീജിത്തും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് കമ്മീഷണറും ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയത്. അതിന് പിന്നാലെയാണ് ഈ 23 ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി എന്നുകൊണ്ട് അവരെ കടുത്ത പരിശീലനത്തിന് കണ്ണൂരിലേക്ക് ക്യാമ്പിലേക്ക് അയക്കുന്ന തരത്തിലുള്ളൊരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പ്രഥമ ദൃഷ്ടിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന തരത്തിലുള്ളൊരു നിഗമനത്തിലേക്കാണ് ചീഫ് പോലീസ് കോർഡിനേറ്ററുടെ അടക്കം റിപ്പോർട്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇവരെ SIP ക്യാമ്പിലെ 23 പോലീസ് ഉദ്യോഗസ്ഥരെ ഈ അച്ചടക്ക നടപടിയുടെ ഭാഗമായി എന്നോണം പരിശീലനത്തിന്റെ ഭാഗമായി കണ്ണൂർ ക്യാമ്പിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. വൈകാതെ തന്നെ ക്യാമ്പിലെത്തി ഈ പരിശീലന പരിപാടികളുടെ ഭാഗമാകാനുള്ള നിർദ്ദേശം അവർക്ക് ലഭിച്ചു കഴിഞ്ഞതായാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നടക്കം ലഭ്യമാകുന്ന സൂചന. ഡാൻ, ഇപ്പോൾ തൽക്കാലം ഇവരെ ഈ തീവ്ര പരിശീലനത്തിന് അയക്കുന്നുണ്ട്. അതിനപ്പുറം ഒരു നടപടി ഉണ്ടാകുമോ? മാത്രമല്ല, ഇതുപോലെ ഈ ശബരിമല ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാർക്ക് ഈ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ, ഇതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമല്ലേ? ഇതുപോലെ ഈ ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഏതെങ്കിലും രീതിയിലുള്ള ഇതുപോലെ നിർദ്ദേശങ്ങളോ പരിശീലനമോ ഒക്കെ നൽകാറുണ്ടോ? അതോ അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അതായത് അവിടെ നിന്ന് ഫോട്ടോ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ വിമർശനം ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഡ്യൂട്ടി ഷിഫ്റ്റിൽ 10 ദിവസവും 14 ദിവസവും കഴിയും തോറും ഉദ്യോഗസ്ഥരെ ഓരോ സംഘങ്ങളെ മാറ്റിയാണ് അവിടെ നിയോഗിക്കാറ്. അത്രയും അധികം ദിവസം ഒരുമിച്ച് ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ഒരുമിച്ച് ചിത്രമെടുക്കുന്നതൊക്കെ നേരത്തെയും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ 18-ാം പടി ഈ ചിത്രമെടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ് ഇവിടെ ഈ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. 18-ാം പടിയിൽ തന്നെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ 23 പേരും. അവിടെ നിന്ന് ഈ ആളുകളെ 18-ാം പടിയിലൂടെ അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റുന്ന നടപടികളായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 18-ാം പടിയിൽ നിന്ന് ചിത്രമെടുക്കാൻ അവർക്ക് പ്രേരകമായ ഘടകവും അത് തന്നെയാകാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു. അത് ആചാര ലംഘനമാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് വരെ കാര്യങ്ങളെത്തി. സ്വാഭാവികമായി ഇങ്ങനെയൊരു വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി പുതിയതായി ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർക്കടക്കം ഏത് തരത്തിലൊക്കെ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തും ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്ന സമയത്തും പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, നിയമങ്ങൾ ഇതനുസരിച്ചൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ നൽകും. സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മേൽ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയൊരു വിമർശനം ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പെരുമാറ്റത്തെക്കുറിച്ചടക്കം ജാഗ്രതാപൂർവ്വം പെരുമാറാനുള്ളൊരു നിർദ്ദേശം സ്പെഷ്യൽ ഓഫീസറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്
എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അത് കൃത്യമായി ചീഫ് പോലീസ് കോർഡിനേറ്ററും വിലയിരുത്തുന്നുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല 18ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്ത പോലീസുകാർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. SIP ക്യാമ്പിലെ 23 പോലീസുകാരാണ് ഫോട്ടോ എടുത്ത് ഇവരെ തീവ്ര പരിശീലനത്തിന് അയക്കാനാണ് തീരുമാനം.